ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ചന്തക്കുന്നാണ് ഉള്ളത്. സുലുവിന് ഇന്ന് ലേണിങ്ങിൻ്റെ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിന് ഓളെ കൂടെ ഒന്ന് പോയി കൊടുക്കാൻ വന്നതാണ്, കുട്ടി ഉണ്ടായതുകൊണ്ട്. പിന്നെ നമ്മളെ വെയിറ്റ് ലോസിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഇപ്പം ഏകദേശം 1 വീക്കിൽ ഞാൻ 2 കിലോ കുറഞ്ഞിട്ടുണ്ട്. 69 ഉള്ളത് 67 കിലോനായിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ എന്തൊക്കെയൊന്ന് കഴിക്കുക എങ്ങനെയാണെന്നൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ 1 വീക്കിൽ 2 കിലോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള കുറയ്ക്കലാണ്. ശരിക്കും 1/2 കിലോ 1 കിലോനൊക്കെയാണ്. പക്ഷെ ഞാൻ വാട്ടർ വെയിറ്റ് ആയതുകൊണ്ട് ഫസ്റ്റ് പെട്ടെന്ന് കുറയും. അപ്പം അങ്ങനെ കുറഞ്ഞതാണ്. അപ്പം ഞാൻ എങ്ങനെയാണെന്ന് ഫുഡ് കഴിക്കണമൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാം. അപ്പോൾ ഇപ്പം ഞങ്ങൾ ലേണിങ്ങിന് പോവാണ്. അവിടെ വന്നിട്ട് ഇപ്പം ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. സാധാരണ എന്നും മോർണിംഗിൽ ഞാൻ ചിയാ സീഡിൻ്റെ ഒരു വെള്ളം കുടിക്കാറുണ്ട്. പക്ഷെ അതൊന്നും കുടിക്കാൻ പറ്റിയില്ല. വീട്ടിൽ നിന്ന് രാവിലെ പോന്നു. അപ്പോൾ ഇന്നിനിപ്പോൾ എന്താ കഴിക്കുക എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. നമുക്ക് എന്തായാലും ഇത് കഴിഞ്ഞ് വന്നിട്ട് ഫുഡ് കഴിക്കാം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കാണാം. ഇപ്പൊ സമയം ഒരു 7 മണി കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് പോയി നോക്കട്ടെ. കാരണം കുട്ടീനെ കൊണ്ടുപോകണം. എന്താ വെച്ചാൽ കുട്ടീനെ കണ്ട പെട്ടെന്ന് കയറ്റിക്കോളും. അപ്പൊ അതുകൊണ്ട് നമുക്കൊന്ന് പോയി നോക്കാം. RT ഓഫീസിലെത്തിട്ടോ. അത്യാവശ്യം ഇവിടെ തിരക്കുണ്ട്. അപ്പൊ ഗൈസ്, നമ്മളിപ്പോ ദിനേശ് ചേട്ടന്റെ കടയിലാണ് ഉള്ളത്. നമ്മൾ RT ഓഫീസിൽ പോയി ആകെ കൊളായി. അടുത്ത മാസമാണ് ഡേറ്റ്. അതറിയാതെയാണ് ഇപ്പൊ ഇന്ന് രാവിലെ പോയി അവിടെ നിന്നത്. അപ്പൊ നമ്മളിപ്പോ ആ വിഷമം തീർക്കാൻ ഒരു കോഴിമുട്ട കഴിക്കാണ്. ഇന്നത്തെ ഫസ്റ്റ് മീലാണ് നമ്മളൊരു കോഴിമുട്ടേനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ ഒന്നും കഴിക്കാത്തോണ്ട് നല്ല വിശപ്പുണ്ട്. ഞങ്ങളവിടുത്തെ ഏറ്റവും വലിയ കുക്കാണ് പൊറാട്ട പരത്തുന്നത്. ഞാൻ ഉച്ചത്തേക്കുള്ള ഫുഡ് റെഡി ആക്കട്ടെ. ഇവിടുന്ന് കൊണ്ടുപോകാന് ഞാനിതാ സോയാബീനാണ് ഫ്രൈ ആക്കി. ഫ്രൈ പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ഇതാക്കി എടുക്കാൻ. കുറച്ച് 2-3 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഒരു ടേസ്റ്റിന്. കുറച്ച് ഷാലോ ഫ്രൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ സോയാബീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഇനി ഞാൻ ഉച്ചത്തേക്ക് കുറച്ച് പുട്ടാണ് കൊണ്ടുപോകാൻ വിചാരിക്കുന്നത്. ചോറ് വേണ്ടെന്ന് വെച്ചു. നമ്മൾ ആവിയിലുള്ള പുട്ടൊക്കെ വലിയ കുഴപ്പമില്ല, കുറച്ചൊക്കെ കഴിക്കാം. അപ്പോൾ ഇത് ഞാൻ ചിക്കൻ കറിയും പുട്ടും എടുക്കാന്ന് വിചാരിച്ചു ഇതിന്റെ കൂടെ. പിന്നെ ഇന്ന് രാവിലെ ആകെ ഒരു മുട്ടയല്ലേ കഴിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതിപ്പോ ഞാൻ ചിക്കൻ വെള്ളത്തിലിട്ടാട്ടോ. കുറച്ച് ചിക്കൻ എടുത്ത് കറി വെക്കാൻ കരുതി. ഇത് ഇവിടെ ഓൾറെഡി ഫ്രിഡ്ജിൽ ഇട്ടിട്ടുണ്ട്. ഇത് ഭയങ്കര കട്ടായിട്ടുണ്ട്. അതൊന്ന് ഉടച്ചെടുക്കണം. പിന്നെ ഈ ചിക്കൻ കറിക്ക് ഞാൻ 2 പൊട്ടാറ്റോ ഇടും. പൊട്ടാറ്റോ അത്ര നല്ലൊന്നല്ല കഴിക്കണേ, പക്ഷെ എനിക്ക് ആ ഒരു ഫ്ലേവറിനാണ്. ഞാൻ അത് എടുക്കൂല കേട്ടോ. അപ്പൊ ഇതിവിടെ ആവുന്നുണ്ട്. പിന്നെ ഇതവിടെ ഫ്രൈ ആവുന്നുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. അപ്പൊ നമ്മളെ പുട്ട് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. കുറച്ച് പുട്ടും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് എത്ര ഇടണം എനിക്കറിയാം. ലാഭത്തെ ഒരാൾക്കും കൂടി വേണം. അപ്പൊ 2 ആൾക്കുള്ള കുറച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. പുട്ട് സൂല് കുഴച്ച് തരുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് കുഴച്ചാൽ റെഡി ആവില്ല. അപ്പൊ ഞാൻ ഈ ചിക്കൻ കറിക്കുള്ള സാധനങ്ങൾ റെഡി ആക്കാം. എനിക്ക് പുട്ട് കുഴക്കാൻ ഒരു കോൺഫിഡൻസ് കുറവാണ്. നമ്മൾ ചിക്കൻ കറി റെഡിയാക്കാം. ഞാൻ കുറച്ച് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി അതിലേക്ക് കുറച്ച് കടുക്. ചിക്കൻ കറിയിൽ ആരെങ്കിലും കടുക് ഇടുമെന്ന് എനിക്കറിയില്ല, പക്ഷേ കടുക് നല്ലതാണ്. അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് കുറച്ച്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഉലുവ. പിന്നെ എല്ലാവരും ഇടുന്നതാണ്. പിന്നെ ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില.
അതിൻ്റെ കൂടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളെ വെളുത്തുള്ളി. ഇഞ്ചിയും ഇടാം, പക്ഷേ ഇഞ്ചി ഉണ്ടാക്കാൻ മടിയായതുകൊണ്ട് ഞാനിപ്പോൾ ഇഞ്ചി ഉണ്ടാക്കുന്നില്ല. ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ചിക്കൻ ആയതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ഇത് കഴിക്കും, എനിക്ക് വലിയ ടേസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതാ നമ്മളെ വെജിറ്റബിൾസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഓണിയൻ ഇപ്പം ഇട്ട് കൊടുക്കാം, എന്നിട്ട് ബാക്കി ഉരുളക്കിഴങ്ങ് കുറച്ച് കഴിഞ്ഞിട്ട് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 ഉരുളക്കിഴങ്ങ് ചാടിയിട്ടുണ്ട്, അതും കുഴപ്പമില്ല. എനിക്കാണെങ്കിൽ കുറച്ച് ചെറിയ ജലദോഷമുണ്ട്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് വൈകുന്നേരം ലാബിൽ നിന്ന് മഴ കൊണ്ട് ഇറങ്ങി, അതുകൊണ്ട് നമ്മൾ ചിക്കൻ കറി വെച്ചിട്ടോ. സൂര്യ വന്നുകൊണ്ട് ബാക്കി വെച്ചു. 2 മുട്ട ഞാൻ ഇവിടെ പുഴുങ്ങിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഇയാളായി എടുത്ത് പാത്രത്തിലിട്ട ഇതുണ്ടല്ലോ, ഇത് പുട്ടുംപൊടിയല്ല, ഐ മീൻ റവയാണ്. തെറ്റിപ്പോയി. അപ്പൊ നമ്മള് റവ ഉപ്പുമാവ് ഉണ്ടാക്കാം. അപ്പൊ ഗായ്സ്, നമ്മൾ ഫുഡ് റെഡി ആയിട്ടുണ്ട്. കൊണ്ടുപോകാൻ റെഡിയാക്കാം. സോയാബീൻ ഉണ്ട്, ഞാൻ 2 മുട്ട പുഴുങ്ങിയിട്ടുണ്ട്, പിന്നെ റവ ഉപ്പുമാവ്, ചിക്കൻ കറി. അപ്പോൾ എന്താ പറയാ, 2 പാത്രത്തിലാക്കണം കേട്ടോ. ലാബിൽ ഒരാൾക്കും കൂടി ഇന്ന് ഫുഡ് വേണം. അപ്പോൾ ഞാനിത് ആക്കട്ടെ. നമ്മൾ ടോട്ടൽ ഫുഡ് റെഡി ആക്കിയിട്ടുണ്ട്. 2ലും ചിക്കൻ കറി, സോയാബീൻ, 2 ചോറ്. സോറി. അപ്പോൾ ഗൈസ്, പെട്ടി മാറാപ്പം കൊടുത്ത് ഞാൻ വീണ്ടും പോവാണ്. നമുക്ക് ലാബിലെത്തിയിട്ട് കാണാം. സൂര്യ അവിടെ ഉണ്ട്. ഗൈസ്, ഇപ്പം സമയം ഒരു 5:30 മണിയായി. അപ്പം ഞാനിപ്പോൾ ജിമ്മിൽ പോകാൻ നിൽക്കുന്നു. അവിടുന്ന് വന്ന് നേരെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ നേരെ ജിമ്മിൽ പോകും. അപ്പോൾ എൻ്റെ വെള്ളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയി കുറച്ച് വെള്ളം എടുക്കട്ടെ, എന്നിട്ട് വേണം പോവാൻ. നമ്മുടെ ജിമ്മിലേക്കുള്ള പടികൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. പടി കയറുമ്പോൾ തന്നെ ഒരുവിധം ഈവനിങ് കുറച്ച് ആളുണ്ടാവുള്ളൂ. രാവിലെയാണ് കൂടുതൽ ആളുകളുണ്ടാവുക. അയ്യോ, ഇവിടെ പോയി പട്ടിപ്പണി എടുക്കാനാണ്. ജിമ്മിൽ ഇന്ന് ലെഗ് ഡേ ആയിരുന്നു കേട്ടോ. അതിന് കാലൊക്കെ ആകെ പരിപ്പിളകി വീട്ടിലേക്ക് വന്നൊന്ന് കുളി കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച്. ഫുഡ് കഴിച്ചതെന്ന് വെച്ചാൽ ഞാൻ മമ്പയറിൻ്റെ ഉപ്പേരി മാത്രമാണ് എടുത്ത് കഴിച്ചത്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ആപ്പാപ്പാൻ്റെ പീടിക പോകുന്നു. ആപ്പാപ്പാൻ്റെ പീടിക ഒരു ഫാൻസി പിന്നെ കുറച്ച് വേറൊരു കടയും കൂടി ഉണ്ട്. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ കട വൃത്തിയാക്കണ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ക്ലീൻ ചെയ്യലുണ്ട്. അപ്പോൾ ക്ലീനാക്കി വെക്കുകയില്ല, പിന്നെ ഇത് മൊത്തം ക്ലീനാക്കലും ഞങ്ങളെ പരിപാടി. അങ്ങനെ ഒരു ഭാഗികമായിട്ട് കട നന്നാക്കി അന്നത്തെ ദിവസം ഞങ്ങൾ ക്ലോസ് ചെയ്തു. മുഴുവനായിട്ട് ഒരിക്കലും കഴിയൂല, ഒരു കുറച്ച് ടൈം കൊണ്ട് ഒന്നാൽ തന്നെ ഞങ്ങളൊരു 12:30-12:45 വരെയൊക്കെ ചെയ്തു. ഇത് കഴിഞ്ഞ് നമ്മളിനി വീട്ടിൽ പോവാണ്. ഇനി അടുത്ത വീഡിയോയിൽ ഫുൾ ക്ലീനിങ് കാണിക്കാം.